വെൽക്കം ടു ഷാർമ ഹോട്ടൽ റിപ്പയർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളിനെ കുറിച്ചാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ഒരുപാട് ടൂളുകൾ നമുക്ക് കിട്ടും. അത് വെച്ച് നമ്മൾ ഡയഗ്നോസ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലികൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമായിട്ടാണ് ഞാൻ ഒരു വീഡിയോ പറയണത്. ഇതൊരു വണ്ടി ഓവർഹീറ്റായ വണ്ടിയാണ്. ഒരു വണ്ടി ഓവർഹീറ്റായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രഷർ കയറുന്നുണ്ടോ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവലായി നമുക്ക് ചെക്ക് ചെയ്യുന്ന രീതികളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു വർക്കിൻ്റെ ആളാണ്. ഇയാൾ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് എന്നെ പരിചയപ്പെടുത്തിയതാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു. ഞാൻ മൂപ്പരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. ഇതേപോലെ ടൂളുകളൊക്കെ നല്ല നല്ല ടൂളുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വർക്കത്തിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ എ സി വർക്ക് ചെയ്യുകയാണെങ്കിൽ എ സി റിക്കവർ മെഷീൻ, പിന്നെ കമ്പ്യൂട്ടർ ഡയഗ്നോസിനുള്ള മെഷീൻ, പിന്നെ ബാറ്ററിയുടെ പവർ ഹെൽത്ത് ചെക്ക് ചെയ്യണത്, അങ്ങനെ എല്ലാവിധ സാധനങ്ങളും നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യ പ്രകാരം ഉള്ള എല്ലാ ടൂളുകളും വെച്ചിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ഫാൾട്ടുകൾ കണ്ടെത്തുന്നത്, അതിലെത്തിപ്പെടുന്നത്. അത് നമ്മുടെ ചെയ്യുന്ന ജോലിയെ എളുപ്പത്തിലാക്കാനുള്ളൊരു സംഭവം മാത്രമാണ്. അത് നമുക്ക് ഗുണപ്രദമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വണ്ടി ഹീറ്റായ വണ്ടിയാണ്. ഈ വണ്ടി ഹീറ്റായിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പ്രൊഡക്റ്റാണ്. ഇതെന്തെന്ന് അമർമായി പറഞ്ഞു കൊടുക്കും. ഇതാണ് CO2 ലീക്ക് ഡിറ്റക്ടർ. നമ്മളെ ഡിവൈസും കെമിക്കലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻ കേസ് വണ്ടി ഓവർ ഹീറ്റായി എന്ന് അറിയാൻ വേണ്ടി ഇതിൽ ഇൻറ്റേർണൽ കമ്പഷനിൽ എന്തെങ്കിലും CO2 ലീക്കേജ് വന്നാൽ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്കത് കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ നമ്മൾ പ്രസൻ്റ് ഈ കെമിക്കലിന് ബ്ലൂ കളറാണ്. CO2ൻ്റെ പ്രസൻസ് ഇതിൽ വരികയാണെങ്കിൽ അത് കളർ മാറും, ഗ്രീൻ കളറായി മാറും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഇതിൽ ഒഴിക്കുമ്പോൾ തരുന്ന ഇതിൽ കാണാൻ കറക്റ്റ് കാണാം ഗ്രീനാണ്. അല്ല, ഫസ്റ്റ് ബ്ലൂ കളർ വരുന്നത്. ഇത് കറക്റ്റ് ബ്ലൂ ആണ്. ഈ ബ്ലൂ എന്നുള്ള കളറ് ശരിക്കും ഒരു ഗ്രീനായി മാറും. ആ മാറുമ്പോൾ ഇതിൽ CO2 മനസ്സിലാക്കാം മിക്സ് ആണ് വരിക. CO മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ ഓവർഹീറ്റ് ആയിട്ട് ഇതിൻ്റെ ഗാസ്കറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് എഞ്ചിനുള്ള സ്പോട്ട് നടക്കുന്ന പ്രഷർ, അതിലുള്ള ആ ഓക്സിജൻ അത് വെള്ളത്തിലേക്ക് മിക്സ് ആവും. വെള്ളത്തിലേക്ക് മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കെമിക്കൽ ശരിക്കും എന്താണ് CO വരുന്നുണ്ടെങ്കിൽ കെമിക്കലിൻ്റെ കളർ മാറും. നല്ല കറക്റ്റ് ബ്ലൂ ആണ്. ഇതൊരു ഗ്രീനാണ്. ഞാനത് നിങ്ങൾക്ക് ഇത് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. സെറ്റ് ചെയ്തു കണ്ടോ. അത് കളർ കറക്റ്റ് ബ്ലൂ ആണ്. ഈ കളർ ചേഞ്ച് ആയി വരും. ഈ CO റേഡിയേറ്ററിലേക്ക് മിക്സ് ആണെങ്കിൽ ആ പ്രഷർ വരുന്നുണ്ടെങ്കിൽ ഈ കളർ മാറിയിട്ട് അത് ഗ്രീനിലേക്ക് വരും. ലൈറ്റായിട്ട് കളർ മാറി വരും. കളർ മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഗ്യാസ്കറ്റിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന്. അപ്പോൾ റേഡിയേറ്ററിൻ്റെ വണ്ടി ഓടിച്ച് വന്നിട്ട് വണ്ടി നിർത്തി വെച്ചിട്ട് പ്രഷർ ഉണ്ടാവും. നമ്മൾ മെല്ലെ ക്യാപ്പ് തുറന്നതിന് ശേഷം ഒരു ആവി ഉണ്ടാവും. ആ ആവി പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇതിൽ ഫിക്സ് ചെയ്യും. ഇത് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ എങ്ങനെ ചെക്ക് ചെയ്യാം. ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കളർ മെല്ലെ മാറി വരും. അപ്പോൾ ഇതിൽ എത്രത്തോളം ഗാസ്കറ്റിൻ്റെ കംപ്ലൈൻറ്റ് കൂടുതലുണ്ട് വെച്ചെങ്കിൽ പെട്ടെന്ന് അത് മാറി വരും. ഇത് ഓരോ വണ്ടിക്കും എത്രത്തോളം വണ്ടി ചൂടായി അതിനനുസരിച്ചാണ് വ്യത്യാസങ്ങൾ കാണിക്കുക. കണ്ടോ, അതിന് കളർ മാറുന്ന കണ്ടില്ലേ, അടിയിൽ കണ്ടില്ലേ. ആ കറക്റ്റ് ബ്ലൂ എന്നുള്ള കളർ മാറിയിട്ട് വേറെ കളറിലേക്ക് വന്നു. അപ്പോൾ ഇത് ഗാസ്കറ്റ് മിക്സാണത്. അതായത് CO മിക്സായി വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഓരോ വർക്കുകളും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. നമുക്കൊരു കോൺഫിഡൻറ്റിൽ കസ്റ്റമറുടെ അടുത്ത് പറയാം ഇതിന് ഇന്ന കംപ്ലൈൻ്റ് ആണ് എന്ന് കറക്റ്റ് പറയാൻ പറ്റും. അപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ടല്ല. ഇയാളെ എനിക്ക് തന്നപ്പോൾ അപ്പോൾ വന്നൊരു കാര്യം. അപ്പോൾ മൂപ്പരെയും കൂടി ഒപ്പം നിർത്തിയിട്ട് ചെയ്യുന്ന വീഡിയോ. ഇത് എനിക്ക് ഒന്നും കൂടി കൂടുതലായിട്ട് കാണിച്ചു തരാം. എന്താണ് CO എന്ന് പറയുമ്പോൾ പലർക്കും അറിയില്ല. എക്സോസ്റ്റ് ഗ്യാസ് ആണ് വരുന്നത്. ഡയറക്റ്റ് എക്സോസ്റ്റ് ഗ്യാസിന് ഞാനിത് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളർ പെട്ടെന്ന് മാറും. അത് ജസ്റ്റ് കാണിച്ചു തരാം പറ്റും. ഉള്ളിൽ നടക്കുന്ന സ്ഫോടനം കഴിഞ്ഞിട്ട് പുറത്ത് വരുന്ന എക്സോസ്റ്റ് ഗ്യാസാണ്. ആ ഗ്യാസിനെ സൈലൻസർ വഴിക്കാണ് പുറത്ത് കളയുക. അപ്പോൾ ആ സൈലൻസറിൻ്റെ അവിടെ ഞാൻ വെച്ചിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കളർ മാറുന്നേക്കുള്ളൂ. കണ്ടില്ലേ, വേഗത്തിലെ കളർ മാറുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഇതിനുള്ളിൽ നടക്കുന്ന ഈ സ്ഫോടനത്തിൻ്റെ ഈ CO ഡയറക്റ്റ് വെള്ളത്തിൻ്റെ ലെയറിലേക്ക് പോവുകയാണ്. ആ വെള്ളത്തിൻ്റെ ലെയറിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ചൂടായ വണ്ടികൾക്ക് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ റേഡിയേറ്റർ കാര്യങ്ങളൊക്കെ പൊട്ടി കഴിഞ്ഞിട്ട് റേഡിയേറ്ററൊക്കെ മാറ്റി കൊടുക്കും. എന്നിട്ട് നമ്മൾ പറയും ഒരാഴ്ചയൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ലോങ് ഓടാൻ പാടുള്ളൂ പറയും. അപ്പോൾ ഇതേപോലെ ചെറിയ മൈനോട്ട് പ്രഷറൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് പൊട്ടാൻ ചാൻസുകളുണ്ട്. അപ്പോൾ സൈലൻസർ വെക്കാനുള്ള കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനാണ്. ഇങ്ങനെയല്ല ചെക്ക് ചെയ്യുക. ഈ ചെക്ക് ചെയ്യണ ഈ എക്സോസ്റ്റ് ഗ്യാസ് ഡയറക്റ്റ് റേഡിയേറ്ററിലേക്ക് വരുന്നുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചത്. ഇതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ചെക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ കളർ പെട്ടെന്ന് മാറി വരും. മറ്റൊരു രീതിയിൽ ചെക്ക് ചെയ്യുമ്പോൾ ആ എത്രത്തോളം ഗ്യാസ്കറ്റ് കത്തിയിട്ടുണ്ട് അതിനനുസരിച്ചാണ് അത് കളർ മാറി വരുള്ളൂ.
ഓക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊരു ഉപകാരപ്പെടുന്ന വീഡിയോ എന്ന് വിചാരിക്കണം. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.